ശിവു രക്ഷപ്പെട്ടു. ഈ പെണ്ണ് പട്ടിണി കിടന്ന് ചാവും. ഇവൻ ജോലിക്കൊന്നും പോകത്തില്ല. അത് വിട്. പെണ്ണിനെ പൊന്നെ പോലെ പോട്ടയച്ചെടുക്കാൻ കഴിവുണ്ട്. മക്കളെ ഇപ്പൊ എന്തോടാ ജോലി? എനിക്ക് സീസൺ വർക്കല്ലേ പാപ്പ. സീസൺ വർക്ക് നല്ല ജോലിയാ. എന്താ സീസൺ വർക്ക് എന്ന് വെച്ചാ? ഓലകെട്ടും പതിനെപ്പാട്ടും. പാപ്പൻ എന്താണ് ആലോചിക്കുന്നത്? അല്ല, കല്യാണ പെണ്ണിന്റെ കാര്യം ആലോചിക്കണം. എന്ത് പറ്റി? റേഷൻ ഏരിയയിലെ കല്ല് വരയ്ക്ക് ആ പെണ്ണിന്റെ ഊപ്പാട് വരും. ഞാൻ തരുമെന്നാണ് നിന്റെ അടുത്ത് പറഞ്ഞത്. ചേച്ചി മര്യാദക്കാണ് പറഞ്ഞത്. ചേച്ചി തരാനേ. ഞാൻ നിന്റെ തരൂലെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു. ചേച്ചി എന്നെ ദേഷ്യം പിടിപ്പേ കണ്ണാടി തരാനാ പറഞ്ഞേ. കണ്ണാടിയായിരുന്നാ? ഞായറാഴ്ച വാഴയ്ക്ക പോയെന്ന്. കണ്ണാടിനാ? പിന്നെ എന്നെയല്ലേ ഇന്ന് പെണ്ണ് കാണാൻ പറഞ്ഞ? നീ എന്തിനിങ്ങനെ കിടന്ന് ഒരുങ്ങണത്? ചേച്ചി കേട്ടിട്ടില്ലേ? ചില സ്ഥലങ്ങളിൽ ചേച്ചിയെ പെണ്ണ് കാണാൻ വന്നിട്ട് അനിയത്തിയെ കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടിക്കൊണ്ട് പോണ എത്രയോ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഭഗവാനെ, അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കരുതേ. അയ്യ, അണ്ടി ആഫീസിലെ പോക്കോഴിലെ കണക്കാണ്ടിരിക്കണ. അതിൽ എത്ര വൈറ്റ് വാഷ് അടിച്ചിട്ട് ഒരു കാര്യമില്ല മോളെ. സോപ്പ് വെച്ച് പുഴപ്പോയി ഒന്ന് അടിച്ചെനിച്ചൊന്ന് കുളിക്കണം. ഈ ആന ആറ്റി കുളിച്ചാലും പാലിൽ കുളിച്ചാലും കറക്റ്റിട്ടേ ഇരിക്കും. അപ്പൊ നീ കൂടുതൽ സംസാരിക്കില്ല. കണ്ണാടി എന്തോന്തിരി ഇവിടെ ചേച്ചി ഇവിടെ കിടന്ന് ചാടുന്നമ്മ. മക്കളെ, നീ കൂടുതൽ ചാടല്ലേ. ഇപ്പം തന്നെ അടുക്കളയിരിക്കണം 4 ഓട്. ഞാൻ ഈ കോളനിയിലെ വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റാണ്. തള്ള ബഹളം ഉണ്ടാക്കാതെ പോണം. എടി അലവിലാതി, ഞാൻ നിന്റെ തള്ളയിലാന്ന് പറഞ്ഞതല്ലടി. എനിക്ക് മേലും കീഴും നോക്കാനില്ല. മിന്നണ സാരി എടുത്തോണ്ടോ മൂക്ക് ഞാനില്ലാതിരിക്കാനും നീ പഠിക്കണ്ടേ? പ്രശ്നങ്ങളൊക്കെ തനിച്ച് നേരിടാൻ നീ പഠിക്കണ്ടേ? എടി, എന്റെ തനി സ്വഭാവം നിനക്കറിയില്ല. ഞാൻ നിന്നെക്കാളും വളരെ വളരെ മോശാടി. ഞാൻ കാനഡയിൽ പോയി കുറച്ച് സ്റ്റാൻഡേർഡായി പോയത് കൊണ്ടാ നിന്റെ മുമ്പിൽ നീറ്റായത്. എടി, നീ എന്റെ തലയിൽ കയറിയിരിക്കാൻ വന്നാലുണ്ടല്ല, അടിച്ചതിന്റെ ഷേപ്പ് ഞാൻ മാറ്റിടിക്കുള്ളേ. ആഹാ, ദീപാവലി എന്ന് പറയണത് ഞങ്ങള് പടക്കക്കാരുടെ ചാകരയാണ്. ഇച്ചിരി കാശി പടക്കത്തിൽ എറിഞ്ഞ 4 ഇരട്ടി കോര. പടക്ക കച്ചവടത്തിനാണെങ്കിൽ ഞാൻ പൈസ തരാം. കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. As soon as reason as possible. ധാരാളം മുദ്രപത്രങ്ങൾ വേണ്ടിവരും. നമുക്ക് ഡോക്യുമെന്ററി തയ്യാറാകണ്ടേ? പിന്നെ ഹലോ, ഇതാരാ? അത് ശരി, നിങ്ങൾ എന്റെ ഫോണിന്റെ അകത്തൊക്കെ ഒരു മിസ് കോൾ ഇട്ടിങ്ങല്ലോ. നിങ്ങൾ ആരാണ്? ഹലോ, അതിനെന്താ? മിസ് കോൾ അല്ലേ വന്ന്? മിസൈലൊന്നും വന്നില്ലല്ലോ. Do you know Hari's house? Yes. No. Are you a fraud? Yes. ഞാനും. Yeah. Do you know Hari? അരി വാങ്ങാൻ വന്നതാ. ഷീറ്റ് ഇവിടെ കിട്ടുമല്ലോ. കാറുട്ടിമെങ്ങടാ മറപ്പറി പറ്റില്ല. വെള്ളം ചൂടാക്കണം. ഇവിടെ പറഞ്ഞാ വെള്ളം ചൂടാവോ? പോയി തീ പിടിപ്പിക്കേ. ഈ വെറുതെ അങ്ങോട്ട് പിടിക്കോ? വിറക് പറയും പോയി വിറകെടുത്തോണ്ട് വരിക. വിറക് എടുത്തു വിചാരിക്കുക. പോയി വെള്ളം കോരിക്കേ. വെള്ളം കോരിയെന്നങ്ങോട്ട് വിചാരിക്കുക. ചെമ്പെടുത്ത് കെന്റിക്കരയ്ക്ക് നടന്നോളുക. ഞാൻ പുറകിലുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ നടന്നോന്ന് അങ്ങനെ വിചാരിക്കുക. നിന്റെ കണ്ടപ്പോഴേ ഞാൻ ലാസ്റ്റ് വാണിംഗ് തന്നാണ്. ഈ പാട്ടയും കൊണ്ട് റോട്ടിലേക്ക് തെണ്ടാനിറങ്ങരുതെന്ന്. സുന്ദരാ, നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്റെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ സുന്ദരനാണെന്ന്. സാറിനല്ല, ഞാൻ വേറെ ആളെ വിളിച്ചതാ. ചേട്ടാ മനസ്സിലായില്ലേ? മനസ്സിലായില്ല. ശിവൻ, നമ്മുടെ ശിവൻ. ചേട്ടാ ശിവൻ, എന്റെ പരമശിവനെ. ഇപ്പൊ ഈ കോലത്തിലെ കായ ആ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇറങ്ങി സവരെല്ലാം മുറുക അടിയുള്ള കാത്തോണ്ട്. ശിവന്റെ കൂടെ ആ പെൺകുട്ടിയെ മനസ്സിലായോ? പുള്ളിയുടെ കൂടെ ഇങ്ങോട്ട് മാറിയില്ലേ? താഴത്തിലാണ് തല്ലിയേ. എടാ, ശിവന്റെ കൂടെ പാർവതി അല്ലാതെ പിന്നെ നിന്റെ